നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനോട് സമനില നേടി. കൊൽക്കത്തയിൽ വെച്ചായിരുന്നു കളി. ആ കളിയിൽ അവസാന നിമിഷം ഇഞ്ചുറി ടൈമിൻ്റെ രണ്ടാമത്തെ നിമിഷത്തിലാണ് മുഹമ്മദ് അജ്സൽ ഗോൾ നേടി, ഒരു ഹെഡറിലൂടെ ഗോൾ നേടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനം കാത്തത്. അതല്ലെങ്കിൽ തുടർച്ചയായി 5ാമത്തെ മത്സരത്തിലും തോറ്റുപോയേനെ ബ്ലാസ്റ്റേഴ്സ്. 5 കളി കഴിഞ്ഞപ്പോൾ 1 പോയിൻ്റാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സമ്പാദ്യം. ആദ്യത്തെ 4 കളിയും നിരാശാജനകമായ വിധത്തിൽ തോറ്റു. 5ാമത്തെ കളിയിലും ഏതാണ്ട് തോൽവിയുടെ വക്കിൽ നിന്ന് മലയാളി താരം മുഹമ്മദ് അജ്സലിൻ്റെ ഗോളിൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. എന്താണ് ബ്ലാസ്റ്റേഴ്സിന് പറ്റുന്നത്? ഇപ്പോൾ ഈ സമനില നേടി 1 പോയിൻ്റ് കിട്ടിയതിലൊക്കെ ആശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രധാനമായിട്ടും അതിൻ്റെ പ്രശ്നം ഡിഫൻസാണ്. പ്രതിരോധത്തിലെ പാളിച്ചകൾ. എതിർ ടീം പാഞ്ഞു വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ പ്രതിരോധത്തിന് പറ്റുന്നില്ല, ചെതറിപ്പോവുകയാണ്. പ്രതിരോധത്തിൽ ഒരു തരത്തിലുള്ള ക്ലാരിറ്റിയും വ്യക്തതയും ഇല്ല. 5 കളിയിൽ നിന്ന് 7 ഗോളാണ് വാങ്ങിയത്. 7 ഗോൾ 5 കളിയിൽ നിന്ന് 7 ഗോളാണ് വാങ്ങിയത്. അതിൽ നിന്ന് തന്നെ പ്രതിരോധം എത്രത്തോളം അവസ്ഥ ഭീകരമാണ്. അതേപോലെ തന്നെയാണ് മധ്യനിരയിൽ അഡ്രിയാൻ ലൂണയൊക്കെ പോലുള്ള താരങ്ങൾ, ഇത്രയും ഭാവനാസമ്പന്നമായി കഴിഞ്ഞ സീസണുകളിൽ കളിച്ചിരുന്ന അഡ്രിയാൻ ലൂണയെ പോലുള്ള ആളുകൾ ഇല്ലാത്തതിൻ്റെ എല്ലാ പ്രശ്നവും കാണാനുണ്ട്. ലൂണയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല അവസ്ഥ. തീരെ മോശമാണ്. ഇപ്പോൾ അതിൽ പറയാവുന്ന മലയാളി താരങ്ങൾ ബിപിൻ മോഹനും എബിൻ ദാസുമാണ് മധ്യനിരയിൽ കളിക്കുന്നത്. അതിൽ തന്നെ ഇന്നലെ എബിൻ ദാസിൻ്റെ കോർണർ കിക്കിൽ നിന്നാണ് ഗോളടിച്ചത് മുഹമ്മദ് അജ്സൽ. വിദാസ് കുറച്ചും കൂടി മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊന്നും പോരാ. ഒരു മധ്യനിര സർഗാത്മകമായി ക്രിയാത്മകമായി കളിച്ചാൽ, ഭാവനാസമ്പന്നമായി കളിച്ചാൽ മാത്രമേ ഏത് ടീമിനും രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ആ ഭാവനാസമ്പന്നത ഇല്ല ബ്ലാസ്റ്റേഴ്സിന്. മുന്നേറ്റത്തിലാണെങ്കിലും തുടരെ അവസരങ്ങൾ നന്നായി ബ്ലാസ്റ്റേഴ്സ് സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ ഗോളടിക്കാൻ ആളില്ല, ഫിനിഷ് ചെയ്യുന്നില്ല. ഈ പ്രധാന സ്ട്രൈക്കർ, ഇപ്പോഴത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന സ്ട്രൈക്കർ എന്ന് പറയുന്നത് വിക്ടർ ബർത്തോമിയോ ആണ്. ബർത്തോമിയോ വളരെ നിരാശാജനകമാണ്. ബർത്തോമിയുടെ കാര്യം, ബർത്തോമിയോ ഒന്നും വിചാരിച്ച ലെവലിലേക്ക് ഉയരുന്നില്ല, അത് യാതൊരു സംശയമില്ല. പിന്നെ കെവിൻ യോക്കിനെ മിഡ്ഫീൽഡർ റോളിലേക്ക് മാറ്റാനുള്ള തീരുമാനം, അതും ബലവത്തായിട്ടില്ല, ഫലപ്രദമാകുന്നില്ല. കെവിൻ യോക്കിനും മിഡ്ഫീൽഡർ റോളിൽ അങ്ങ് ശോഭിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഡിഫൻസിലും മിഡ്ഫീൽഡിലും അറ്റാക്കിങ്ങിലും ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് കോച്ച് ഡേവിഡ് കറ്റാല നിരന്തരം 11കളിൽ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 5 കളിയിലും സ്റ്റാർട്ടിംഗ് 11 ഓരോന്നായിരുന്നു. സ്ഥിരതയില്ല. എല്ലാ കളിയിലും മാറ്റിയിട്ടാണ് സ്റ്റാർട്ടിംഗ് 11 പരീക്ഷിച്ചത്. കളി തുടങ്ങി കുറേ കഴിഞ്ഞ് ഒരു ചുരുങ്ങിയത് 3-4 മാറ്റങ്ങളെങ്കിലും അദ്ദേഹം വരുത്തുകയും ചെയ്യും സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ. ഇതാണ് അവസ്ഥ. കോച്ചിന് പോലും ടീം സെറ്റായി എന്ന് തോന്നാത്ത അവസ്ഥ. കൃത്യമായൊരു ടീമിനെ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഡേവിഡ് കറ്റാലയ്ക്ക് ഇതുവരെയും. ഇപ്പോൾ 5 കളി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകണം ഡേവിഡ് കറ്റാലയ്ക്ക്. അപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട നിലയിൽ ഇനി വരുന്ന കളികളിലെങ്കിലും, ആകെ 13 കളിയാണ് ഒരു ടീമിന് ISLൽ ഉള്ളത്. അതിൽ 5 എണ്ണം കഴിഞ്ഞു, ആകെ 1 പോയിൻ്റാണ് ഉള്ളത്. ബാക്കി 8 കളിയിൽ ഇനി എന്ത് ചെയ്യാനാണ്? എത്ര നന്നായി കളിച്ചാലും കുറച്ചും കൂടി മെച്ചപ്പെട്ട നിലയിൽ കളിയിൽ നിന്ന് പോകാമെന്നല്ലാതെ, ടൂർണമെൻറ്റിൽ നിന്ന് പോകാമെന്നല്ലാതെ, ലീഗിൽ നിന്ന് പോകാമെന്നല്ലാതെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും മെച്ചപ്പെട്ട് ആരാധകർക്കൊരു ആശ്വാസകരമായി, അഭിമാനകരമായിട്ടെങ്കിലും ഒന്ന് ഫിനിഷ് ചെയ്തൂടെ? അതിനുവേണ്ടിയായിരിക്കണം ഇനിയുള്ള 8 കളിയിൽ ശ്രദ്ധിക്കേണ്ടത്. 8 കളി ആണ് ബാക്കിയുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് 5 കളി കഴിഞ്ഞപ്പോഴെങ്കിലും ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഡേവിഡ് കറ്റാലയ്ക്ക് എന്ന് കരുതാം. ആ നിലയിൽ മെച്ചപ്പെട്ട ഒരു പ്ലേയിങ് 11ഉം ഒരു കോമ്പിനേഷനും ഒക്കെ കറ്റാലയ്ക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കാം. എന്തായാലും ഇനി തല ഉയർത്തിപ്പിടിച്ച് പോവുക എന്നുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് ചെയ്യാനുള്ളൂ. അതെങ്കിലും വൃത്തിയായിട്ട് ചെയ്യും ഇവർ എന്ന് കരുതാം.